നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തൊരു സാധനമാണ് ഇന്ന് ശരിയായേക്കുന്നത്. നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലേറ്റിലും കോലിലൊക്കെ എണ്ണ പുരട്ടി വെക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേനും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പുരട്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കപ്പലണ്ടി വറുക്കാം. ഞങ്ങളിവിടെ അവർ പറഞ്ഞതനുസരിച്ചിട്ട് 1.25 കപ്പ് കപ്പലണ്ടിയാണ് ഞങ്ങൾ എടുത്തത്. അതൊന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പിൽ ഇത്തിരി കുറവ് ശർക്കര എടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അലിയിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഈ വലിയ കുമ്പളയൊക്കെ മാറിയിട്ട് ചെറിയ കുമ്പളയായിട്ട് വരും. ആ ഒരു ടൈമാണ് കറക്റ്റ് പാകം എന്ന് പറയണത്. അന്നേരം നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇട്ട് നോക്കുമ്പോൾ അത് എടുക്കുമ്പോൾ ക്രിസ്റ്റൽ പോലെ ഇരിക്കണം. പക്ഷെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്ന് കട്ടിയാവുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ എണ്ണ പുരട്ടി വെച്ച പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ആ കോൽ വെച്ചിട്ട് പരത്തി കൊടുക്കണം. ചൂടാറുന്നതിന് മുന്നേ പരത്തി കൊടുക്കണം. എന്നാലേ ഇത് സെറ്റ് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് കട്ടിയായി പോകും പെട്ടെന്ന്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് രണ്ടും ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പൊട്ടിച്ച് തന്നെ എടുക്കേണ്ടി വരും. ഞങ്ങളിത് ചൂടാറുന്നതിന് മുന്നേ കത്തിയിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ട് ഇത് കട്ട് ചെയ്തെടുത്തു. ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിന് മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.